നമ്മുടെ മൂന്നാർ ജോലിയുടെ ഭാഗമായിട്ട് KSRTC ഡിപ്പോയിലെ ഒരു സന്ദർശനം നടത്തിയ സമയത്തെ അവിടെ ഒരു കാട്ടിൽ പുല്ലൊക്കെ പിടിച്ചെടുക്കുന്നിടത്ത് ഇതുപോലെ ഒരു ചെടി എനിക്ക് തോന്നി. ഈ ചെടികളെ ഇഷ്ടപ്പെടുന്നവർ എവിടെ ചെന്നാലും ഒരു ചെടിയുടെ കഷ്ണം കണ്ടാൽ അതിൽ നിന്ന് പൊക്കിയെടുക്കാണ്ട് വരില്ലല്ലോ. ഞാൻ എവിടെ ടൂർ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഇനിയിപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിലും ഞാൻ ആ ചെടി എടുത്തിട്ട് പോരും. ഒരു സന്തോഷം. ഒന്ന് നട്ടു നോക്കിയിട്ട് പിടിച്ചില്ലെങ്കിൽ പോകും, പിടിച്ചാൽ വലിയൊരു സന്തോഷം. മറ്റുള്ള ചെടികൾ നമ്മൾ വളർത്തി എടുക്കുന്നതിലും സന്തോഷം ഇതുപോലെ കൊണ്ടുവന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കുന്ന ചെടികളിൽ പൂക്കളുണ്ടാകുമ്പോഴാണ്. ഇതൊരു ഡയാന്തസ് ആണ് കേട്ടോ. ഡയാന്തസ് ചൈന പിങ്ക് എന്നും പറയും. ഇത് ഹാങ് ചെയ്തെടുക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു ചെടി ചെറിയൊരു കഷ്ണം അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ഞാനത് നല്ല രീതിയിലൊരു വെറുതെ ഒരു ജൈവവളം ചേർക്കാതെ ഒരു പൊട്ടി മിക്സ്, കുറച്ച് മണലും മണ്ണും ചേർന്ന ഒരു പൊട്ടി മിക്സിൽ കുറച്ച് ചകിരി കമ്പോസ്റ്റും കൂടി ഇട്ടിട്ട് ഞാൻ നട്ടതാണ് കേട്ടോ. ചെറിയൊരു വേരുണ്ടായിരുന്നു. ഞാൻ നല്ല സൂക്ഷിച്ചാണ് ഇത് പറിച്ചെടുത്തത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ ഇതിൻ്റെ പൂക്കളൊക്കെ കാണുമ്പോൾ എത്ര സന്തോഷമാണെന്നറിയോ. പിന്നെ നമ്മൾ പണ്ടൊക്കെ പറയും, അത് സത്യമാണെന്ന് എനിക്കറിയില്ല, നമ്മൾ ഈ ചെടികളൊക്കെ കട്ട് പറിച്ചുകൊണ്ട് വരും. ചെടിയുടെ ആ ഒരു സ്നേഹം കൊണ്ട്, ചെടിയോടുള്ള സ്നേഹം കൊണ്ട് ഒരു കുഞ്ഞു കഷ്ണം, അവരാരെയും വിഷമിപ്പിക്കാനല്ല, ഒരു ചെറിയ കഷ്ണം നമ്മൾ കട്ട് പറിച്ചിട്ട് പോന്നിട്ട് വെച്ചാലും അത് നന്നായിട്ട് അടിപൊളിയായി പിടിക്കും. കാരണം നമ്മൾ അത്രയേറെ ആഗ്രഹിച്ചിട്ടാണ് അവർ കാണാതെ അത് നമ്മൾ ചെറിയൊരു കഷ്ണം എടുത്തുകൊണ്ട് വരുന്നത്. അത് നമ്മളെ ആരും വേദനിപ്പിക്കാനല്ല, ചെടിയല്ലേ, വേറെ ഒന്നുമല്ലല്ലോ. അപ്പോൾ പക്ഷേ വലിയ വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചെടികളൊക്കെ കൊണ്ടുപോയി നമ്മൾ പറിച്ചെടുക്കരുത് കേട്ടോ. അതൊരിക്കലും ചെയ്യരുത്. പിന്നെ ഈ വിത്ത് നമ്മുടെ കോഴിക്കോട് ലിജിനയുടെ ഇന്ന് വിത്ത് പാകി പിടിപ്പിച്ച ഡയാന്തസ്, ഞാൻ വിത്ത് ഒരു ചട്ടിയിൽ പാകിയിട്ടു. പക്ഷെ അത് ചെടികൾ പറിച്ച് നടാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാം ഒരുമിച്ചിരുന്നു. ദേ ഡയാന്തസിൻ്റെ വന്നിരിക്കുന്നു നോക്കി. അപ്പോൾ ഇതുപോലെ വിത്തുകളും നമുക്ക് കിട്ടുകയാണെങ്കിൽ പാകിയാൽ ഇതുപോലെ പൂവുണ്ടാവും കേട്ടോ. ഇതിനകത്തൊരു 3-5 കളറ്, 3-5 വെറൈറ്റി തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡയാന്തസിൻ്റെ ഒരു വിശേഷം പങ്കുവച്ചാണ്. ഇതിനധികം ജൈവവളമൊന്നും വേണ്ട. മണലും മണ്ണും ചേർന്നതിൽ ഒരു കുറച്ച് ചകിരി കമ്പോസ്റ്റോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ ചേർത്തിട്ട് നമ്മളൊന്ന് നട്ടിടുക. അതിനുശേഷം നമുക്ക് മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഫ്ലവറിങ് ബൂസ്റ്റ് ആയിട്ടുള്ളത് നമുക്കുണ്ടെങ്കിൽ ചുവട്ടിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും പൂക്കളുണ്ടാവും. അപ്പോൾ ഈ ഒരു വിശേഷം, ഈ ഒരു കാഴ്ച നല്ല സന്തോഷം തോന്നിയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തതാണ് കേട്ടോ.